ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് കാണാം ഈ റൈറ്റ് സൈഡിൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാം. 1 × 5 5, 2 × 5 10, അങ്ങനെ 10 × 5 50. ഇപ്പം ഇതുപോലൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്കൊരു സിംഗിൾ ലൈനിൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇടുക, നമുക്കൊരു പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രിന്റ് അതിനകത്ത് നമ്മൾക്ക് ഒരു നമ്പർ തന്നെ ഇപ്പം ആദ്യം കൊടുക്കാം. ഞാനിപ്പോൾ 1 കൊടുക്കുന്നു. അതിനുശേഷം എല്ലാം ഞാനിപ്പോൾ നമ്മളിങ്ങനെ പ്രിന്റ് ചെയ്യുന്ന ഒരു ഓർഡറാണ് കൊടുക്കുന്നത്. 1 × 5 = 5. നോക്കുക. അപ്പം ഇത് കണ്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. നമ്മൾ നേരെ 1 × 5 = 5 എന്ന് കൊടുക്കുന്നു. ഇപ്പം ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1 അടുത്ത് 2 ആകണം. 5 കോൺസ്റ്റന്റ് ആണ്, ഇത് മാറ്റമില്ല. 5 ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, അടുക്ക് മാറ്റമില്ല. എന്നിട്ട് ഈ പറഞ്ഞ ഈ റിസൾട്ട് വരുന്ന ഈ ഭാഗം നമുക്ക് എന്താകണം, ഈ പറഞ്ഞ ഈ ഇവിടുത്തെ വാല്യൂ എന്താണ്, 2 ആണെങ്കിൽ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള റിസൾട്ട് വയ്ക്കുക, ആ രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു ഫോർ ലൂപ്പ് പറയാം. ഫോർ I in range, ഒരു ഫോർ ലൂപ്പ് ഇവിടെ പറയുന്നു. I in range 1 to 11 പറഞ്ഞു. ഇനി നമുക്ക് ഈ വേരിയബിളിനെ നമുക്ക് എന്താക്കാം, I ആക്കാം. നമുക്കിവിടെ I എന്ന് കൊടുക്കാം. ഇത് അതുപോലെ അവിടെ നിന്നോട്ട്. അതുപോലെ ഈ വേരിയബിളിനെ നമുക്ക് I × 5 എന്നാക്കാം. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇനി നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തിട്ട്, കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇവിടെ ഒരു F കൂടെ ആഡ് ചെയ്യാം, ഫോർമാറ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പം റെഡി ആയിട്ടിരിപ്പുണ്ട്. 1 × 5 = 5, 2 × 5 = 10, അങ്ങനെ 10 × 5 = 50. ഇവിടെ നമുക്ക് ഏത് നമ്പർ വേണേലും ഇത് കൂട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അതാണ് ഞാനിപ്പോൾ 10ൻ്റെ കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കും കിട്ടുക. സോറി, ഇവിടെ 10 ആക്കിയില്ല, ഇവിടെ കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യാം. 10 കൊടുക്കാം. ഇവിടെ നമുക്ക് 10ൻ്റെ ആക്കാം. അപ്പോൾ ഇപ്പം നമുക്കിവിടെ 10ൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു വേരിയബിൾ വെച്ചിട്ട് വേണം, യൂസർ ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു നം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഇത് വയ്ക്കുക. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ 12 എന്ന് വയ്ക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റ ലൈനിലാണ് ഇത് ചെയ്ത്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വഴി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ വേരിയബിൾ നമുക്ക് മാറ്റേണ്ടടുത്തൊക്കെ മാറ്റണം. ഇവിടെ നം ആക്കുക, ഇവിടെ നമുക്ക് I × നം ആക്കുക. ഇത്രയും മതിയാവും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺസോൾ ക്ലിയർ ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 1 × 12 = 12, 2 × 12 = 20. അങ്ങനെ നമുക്ക് ഭംഗിയായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടി. സോ ഈ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏത് നമ്പറിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പ്രോഗ്രാം വഴി പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.